ഒക്കെ വരുമല്ലേ, അപ്പോൾ പുതിയൊരു ടോപ്പിക്ക് വിടാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നല്ല, എല്ലാവർക്കും ഓരോരോ ടോപ്പിക്കുകളും റീൽസ് എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കും. വേറെ ഒന്നുമല്ല, പുതിയ വർഷം വരുമല്ലേ, വണ്ണം കുറയ്ക്കണം, അല്ലെങ്കിൽ കൂടി നിർത്തണം, ജിമ്മിൽ പോകണം, അങ്ങനെ പുതിയ ഓരോ വർഷത്തിൽ ഓരോരോ കാര്യങ്ങൾ. എല്ലാ വർഷവും വരുന്ന പോലെ നമ്മൾ ഓരോരോ പ്ലാനിങ്ങുകളൊക്കെ. അപ്പോൾ നമുക്ക് ഈ വർഷവും പ്ലാനിങ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ വർഷത്തെ പ്ലാനിങ്ങിൽ എല്ലാവരും റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഇന്ന് പുതിയൊരു കാര്യമാണ് പറയുന്നത്. ഞാനിങ്ങനെ വണ്ണം കുറയ്ക്കാൻ സത്യപ്രതിജ്ഞ പറയാൻ വന്നതല്ല. ഞാൻ പറയാൻ വന്നത് സമ്മാനത്തെ കുറിച്ചാണ് പറയാൻ വന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും സമ്മാനം. കിട്ടാത്തവരും കാണും, കിട്ടിയവരും കാണും. പക്ഷെ നമ്മൾ ഏതൊരു മനുഷ്യനെ ആഗ്രഹിക്കുന്നത് നമുക്ക് കിട്ടുന്ന ഒരു സമ്മാനം, ആരും പറയാതെ സർപ്രൈസ് ആയിട്ടൊരു സമ്മാനം കിട്ടുക, അത് ചിലപ്പോൾ എത്രത്തോളം ഹാപ്പിനെസ് തരുമെന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയും ഹാപ്പിനെസ് ആയിരിക്കും നമുക്ക് അതിൽ കൂടി കിട്ടുന്നത്. എനിക്കായാലും ഒക്കെ ഹാപ്പിനെസ് അതിൽ കൂടിയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ന്യൂ ഇയർ ആയിട്ട് നിങ്ങൾ ഒരുപാട് വിലയുള്ളതൊന്നുമല്ല സമ്മാനം എന്ന് പറഞ്ഞൊരു മുട്ടുസൂചി ആയാലും സമ്മാനം സ്വീകരിക്കണമെന്നല്ലേ പറയാറ്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഇപ്പം നമുക്ക് അമ്മ, ഭാര്യ, പെങ്ങൾ, മക്കളൊക്കെ കാണും. അപ്പം അവർക്കൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ ആഗ്രഹം, ചിലപ്പോൾ ഒരു ഡ്രസ്സായിരിക്കും, എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എല്ലാം വില കൂടിയതാവണമെന്നൊന്നുമില്ല. പക്ഷേ ഇപ്പം ജോലി ചെയ്യുന്നവർക്കായാലും എന്തായാലും ന്യൂ ഇയർ ആയിട്ട് നമ്മളൊരു സമ്മാനപ്പൊതി കൊടുക്കുമ്പോൾ അവരിലുണ്ടാവുന്ന ഒരു സന്തോഷം, അവരുടെ മുഖത്ത് തെളിയുന്ന ഒരു ചിരി, അത് കാണാൻ തന്നെ ഒരു സന്തോഷം. ഒരു പുതുവർഷം തുടങ്ങുമ്പോൾ ഒരാളെ സന്തോഷിപ്പിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു സന്തോഷമാകില്ല. ഇപ്പം നിങ്ങൾക്ക് അതെല്ലാം ഓക്കെ, വീട്ടിലുള്ളവർക്ക് അതൊന്നും വലിയ സന്തോഷമല്ല എന്ന് തോന്നുന്നവർക്ക് നിങ്ങൾക്ക് അറിയാവുന്ന, അല്ലെങ്കിൽ റോഡിൽ കൂടി, അല്ലെങ്കിൽ പാവപ്പെട്ട ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു സമ്മാനം കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് വിടരുന്ന ഒരു സന്തോഷം, ഒരു ചിരി, അത് കാണാൻ ഭയങ്കര മനോഹരമായിരിക്കും. നമ്മൾക്കും ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു വർഷം ഭയങ്കര സന്തോഷമായിരിക്കും. ഇപ്പം ഞാനായാലും എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, എനിക്ക് സമ്മാനം കിട്ടുന്നതും കൊടുക്കുന്നതും ഭയങ്കര സന്തോഷമാണ്. കൊടുക്കുന്നതും ഭയങ്കര സന്തോഷമാണ്, കിട്ടുന്ന സന്തോഷമാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് കൊടുക്കാനാണ് ഇഷ്ടം. ഒരാളുടെ മനസ്സറിഞ്ഞ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊരു സമ്മാനം കൊടുക്കുമ്പോൾ അയാളുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു ചിരി, അത് കാണാനാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യുക. എന്തായാലും ഒരു പുതുവർഷമല്ലേ, നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു സമ്മാനം നൽകി, എന്താണ് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് അത് ചെയ്ത് അത് കൊടുത്ത് നിങ്ങളും അവരൊന്ന് സന്തോഷിപ്പിക്കാൻ ട്രൈ ചെയ്ത് നോക്കി. എത്രത്തോളം അവരുടെ മുഖത്ത് സന്തോഷം വിഴുന്നു, നിങ്ങളുടെ പുതുവർഷം എത്ര സന്തോഷമാണെന്ന് നമുക്ക് നോക്കിയാലോ. ഞാൻ വീഡിയോ പറയാൻ കയറിയത ആള് കൂടെ പറയാൻ, പക്ഷെ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലായില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത്രേ ഉള്ളൂ. പുതുവർഷം എന്തായാലും സന്തോഷകരമാവാൻ നിങ്ങൾ ഒരാൾക്കൊരു സമ്മാനം കൊടുത്ത് തുടങ്ങുക. അതാണ് നമ്മുടെ ഇന്നത്തെ എനിക്ക് പറയാനുള്ളത്. അപ്പം എല്ലാവരും ഒരു കുഞ്ഞു സമ്മാനം ആർക്കെങ്കിലും കൊടുത്ത് നിങ്ങളുടെ പുതുവർഷം ആരംഭിക്കുമെന്ന് ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ ടു